നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് പിന്നിലെന്ത്? അപകടത്തിന് പിന്നിലെ ഏറ്റവും അധികം ഉയർന്നുകേട്ട ചോദ്യമായിരുന്നു ഇത്. എൻജിൻ പരാജയവും എൻജിനിലേക്ക് ഇന്ധനവും എത്തിയില്ല എന്നും മറ്റും പലതും പറയുന്നുണ്ടെങ്കിലും ഇവയ്ക്കെല്ലാം വിപരീതമായി വിമാനത്തിൻ്റെ പൈലറ്റിന് തെറ്റുപറ്റിയതാകാം എന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ US നേവി ഉദ്യോഗസ്ഥനും പൈലറ്റ് സോഷ്യൽ മീഡിയ താരവുമായ ക്യാപ്റ്റൻ സ്റ്റീവ്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ക്യാപ്റ്റൻ സ്റ്റീവ് വിമാന അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നിരീക്ഷിച്ച് സുപ്രധാനമായ ചില കാര്യങ്ങൾ വിവരിക്കുന്നത്. വിമാനം തകർന്നു വീണതിന് 3 കാരണങ്ങൾ നിരത്തിയാണ് ക്യാപ്റ്റൻ സ്റ്റീവ് തൻ്റെ വീഡിയോ ആരംഭിക്കുന്നത്. അപകടത്തിൽപ്പെട്ട ബോയിങ് 787 വിമാനം ഏറ്റവും വിശ്വാസയോഗ്യമായ വിമാനമാണെന്ന് ക്യാപ്റ്റൻ പറയുന്നു. വിമാനത്തിന് സമാനമായ ബോയിങ് 777 വിമാനവുമായി താരതമ്യം ചെയ്താണ് ക്യാപ്റ്റൻ സ്റ്റീവ് അപകടത്തെ നിരീക്ഷിക്കുന്നത്. വിമാനം വീഴുന്ന വീഡിയോ നിരീക്ഷിച്ചാണ് ക്യാപ്റ്റൻ സ്റ്റീവ് ആദ്യ അനുമാനങ്ങളിലേക്ക് കടക്കുന്നത്. നിലത്ത് നിന്ന് വിമാനം ഉയരുന്നതിനായി പ്രവർത്തിക്കുന്ന വസ്തുക്കളിലൊന്നാണ് ഫ്ലാപ്സ്. വിമാന ചിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം ചിറകിൻ്റെ മുന്നിലും പിന്നിലുമുണ്ട്. സാധാരണ വിമാനം ഉയർന്നു പറക്കുന്ന അവസരത്തിൽ വിമാന ചിറകിൻ്റെ മുൻവശത്തെ ഫ്ലാപ്പുകൾ ഉയർന്നിരിക്കുകയും പിൻവശത്തും താഴ്ന്നിരിക്കുകയുമാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ വിമാനത്തിന് പറക്കാനുള്ള ചരിവ് ലഭിക്കുകയുള്ളൂ. അധികം ചരിവില്ലാതെ പറന്ന വിമാനം അവസാന നിമിഷം മാത്രമാണ് മുൻഭാഗം ഉയർന്നത് എന്ന് ക്യാപ്റ്റൻ നിരീക്ഷിക്കുന്നു. വിമാനത്തിൻ്റെ എൻജിനുകൾ പരാജയപ്പെട്ടതല്ല വിമാനം താഴേക്ക് പതിച്ചതിന് കാരണമെന്ന് ക്യാപ്റ്റൻ പറയുന്നു. എൻജിനുകൾ പരാജയപ്പെടാൻ 2 കാരണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പക്ഷികൾ എൻജിൻ കടന്ന് എൻജിൻ തകരാറിലാകുമ്പോഴാണ് ആദ്യ കാരണം. എന്നാൽ തകർന്ന എൻജിനിൽ നിന്ന് സാധാരണ പുക ഉയരാറുണ്ട്. 2 എൻജിനിലും പക്ഷികൾ കടക്കുന്നത് അപൂർവമാണ്. എന്നാൽ തകർന്ന വിമാനത്തിൻ്റെ എൻജിനുകളിൽ നിന്ന് പുക ഉയരുന്നില്ല എന്ന് ക്യാപ്റ്റൻ പറയുന്നു. കൂടാതെ ഒരു എൻജിൻ കൊണ്ട് മാത്രം ഈ വിമാനത്തിന് പറക്കാനാകുമെന്ന് ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്നു. രണ്ടാമതായി, മോശം ഇന്ധനമായതിനാൽ വിമാനത്തിൻ്റെ എൻജിനുകളിലേക്ക് ഇന്ധനമെത്താതെ അവ പ്രവർത്തിക്കാതിരുന്നതാകാം എന്ന സിദ്ധാന്തമാണ്. എന്നാൽ മോശം ഇന്ധനമായിരുന്നെങ്കിൽ വിമാനം നിലത്ത് നിന്ന് ഉയർത്തുന്നതിന് എൻജിൻ പരാജയപ്പെടുമായിരുന്നുവെന്ന് ക്യാപ്റ്റൻ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വിമാനം തുടക്കത്തിൽ പറന്നു തുടങ്ങിയതിനാൽ അത് കാരണമാകില്ലെന്ന വാദം ക്യാപ്റ്റൻ മുന്നോട്ട് വെക്കുന്നു. തുടർന്ന് വിമാനം പറന്നുയരുന്നതിൻ്റെ ദൃശ്യമാണ് ക്യാപ്റ്റൻ നിരീക്ഷിക്കുന്നത്. വിമാനം പറന്നുയരുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ മികച്ചതെന്ന് പറയുന്ന ക്യാപ്റ്റൻ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ ചക്രങ്ങൾ ഉയരാത്തത് എന്തുകൊണ്ടെന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്ന പൈലറ്റിൻ്റെ സഹായിയായ കോ പൈലറ്റാണ് ലാൻഡിംഗ് ഗിയറുകൾ ഉയർത്തേണ്ടത്. എന്നാൽ ഉയർന്നു പൊങ്ങിയ വിമാനം പെടുന്നനെ മുകളിലേക്ക് പോകുന്നത് നിർത്തുകയും നേരെ പോവുകയും ചെയ്യുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് ചക്രങ്ങൾ ഉയർത്തുന്ന ലിവറിന് പകരം വിമാനത്തിൻ്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ നിയന്ത്രിക്കുന്ന ലിവിൻ കോ പൈലറ്റ് അബദ്ധവശാൽ ഉയർത്തിയതാകാം എന്ന് ക്യാപ്റ്റൻ സ്റ്റീവ് നിരീക്ഷിക്കുന്നു. ഇതുകൂടാതെ പിൻവലിക്കാതിരുന്ന ചക്രങ്ങൾ വായുവിൽ പ്രതിരോധം തീർക്കുകയും വിമാനത്തിൻ്റെ പറക്കലിന് തടസ്സം സൃഷ്ടിക്കുന്നതായും ക്യാപ്റ്റൻ സ്റ്റീവ് വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെ വേഗത വർദ്ധിപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നതോടെ വിമാനത്തിന് മേൽ സമ്മർദ്ദമേറുന്നു. മുകളിലേക്ക് പറക്കുന്നതിന് പകരം സമാന്തരമായി പറക്കുന്ന വിമാനത്തിന് ഉയരാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. വിമാനത്തിൻ്റെ ചക്രങ്ങൾ പിൻവലിച്ചിരുന്നുവെങ്കിൽ വിമാനത്തിന് പറക്കാൻ അവസരം ലഭിച്ചേക്കാമായിരുന്നുവെന്നും ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്നു. എന്നാൽ താൻ പറയുന്നത് തന്നെയാകില്ല വിമാനാപകടത്തിൻ്റെ കാരണമെന്ന് കൂട്ടിച്ചേർത്താണ് ക്യാപ്റ്റൻ സ്റ്റീവ് തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.